നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഗുരുവായൂരാണ് കേട്ടോ. ശ്രീഹരിയുടെ പാട്ടുണ്ട് ഇന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അപ്പം ഞങ്ങളെ കിഴക്കേ നടയിൽ ഇറക്കിയിട്ട് ഗോപൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ വേഗം നടക്കുകയാണ് കേട്ടോ. 7:15 എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7:30 തുടങ്ങും. അപ്പോൾ സ്പീഡിലാണ് ഞങ്ങൾ പോണത് കേട്ടോ. ശ്രീഹരി ഇന്ന് മുണ്ടൊക്കെ ചിറ്റിട്ടാണ് പോയിക്കണത്. കാരണം ഇന്ന് പാട്ട് പാടാതിരിക്കണതല്ലേ, അതിൻ്റെ ഒരു വിഷമമാണ് അവന്. അവിടെ ചെന്നപ്പോഴേ ഇപ്പോൾ സമയം 7:30 ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ പിടിച്ചതാണ്. നോക്കൂ, ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ശ്രീഹരിയുടെയും സംഘത്തിൻ്റെയും പാട്ട്. ഒരുപാട് ആൾക്കാരുടെ ഒരുമിച്ചുള്ള പാട്ടാണ് ശ്രീഹരിയുടെ ടീമിൻ്റെ കേട്ടോ. ഇന്ന് മെയ് 1-ാം തീയതിയാണ്. അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നോക്കൂ, ഓഡിറ്റോറിയം നിറയെ ആൾക്കാരുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്ത് ക്യൂ നിൽക്കണത് കണ്ടു. ആൾക്കാർ തൊഴാൻ ക്യൂ നിൽക്കണതാണ് അവർ. നോക്കൂ, ക്ലോക്കിൽ 7:30 കേട്ടോ. ഇവരുടെ പഠിപ്പ് കഴിയും. ഇത് കഴിഞ്ഞാൽ ശ്രീഹരിയുടെയൊക്കെ തുടങ്ങും കേട്ടോ. കർട്ടൻ്റെ അടിയിൽ കൂടെ കാണാം കേട്ടോ എല്ലാവരെയും. കണ്ടോ, അവിടെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികളും വയസ്സായ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ടീച്ചറുടെ ശിഷ്യഗണങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള പാട്ടാണ്. നമുക്കത് ആസ്വദിക്കാം കേട്ടോ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. ഞങ്ങൾക്ക് 1-ാമത്തെ നിരയിൽ സീറ്റ് കിട്ടിയിട്ടോ. അതായത് നേരത്തെ പാട്ട് കേൾക്കാൻ ഇരുന്നിരുന്ന ആൾക്കാർ എണീറ്റപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോയി ഇരുന്നു കേട്ടോ. 1 മണിക്കൂർ നേരമാണ് കേട്ടോ ഇവർക്ക് പാട്ടിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും പാട്ട് കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ളിൽ പോയി തൊഴണം. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് കൂടിയാണ് എല്ലാം തൊഴണം. ഇവിടുത്തെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് എല്ലാം കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞങ്ങൾ പോയ എല്ലാം കാണിച്ചു തരാം കേട്ടോ.
1 മണിക്കൂർ നേരത്തെ പാട്ടിന് ശേഷം ഞങ്ങൾ തൊഴാനായിട്ട് വന്നു. തൊഴാൻ വന്നപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ ഒരു നിവർത്തിയില്ല, അത്രയ്ക്കും തിരക്കാണ്. ഹോളിഡേയ്സിൽ വന്നാൽ ഇങ്ങനെയാണ് തിരക്ക്. അവസാനം ഞങ്ങൾ നെയ്വിളക്കിന് ചീട്ടാക്കി 5 പേരും അങ്ങനെ നെയ്വിളക്കിൻ്റെ ചീട്ട് പ്രകാരം ഉള്ളിൽ കടന്ന് തൊഴുത് പുറത്ത് വന്നപ്പോൾ സമയം ഒരു 12 മണി ആവാറായി കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി തെക്കേ നടയിലൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാഗ്, ചെരുപ്പ്, ഫോണ് മുതലായവയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ എടുത്ത വീഡിയോസാട്ടോ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വീണ്ടും പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നൃത്തങ്ങളൊക്കെയാണ്. ഇപ്പം ഞങ്ങളങ്ങനെ നടന്ന് നോക്കൂ, ക്യൂ കണ്ടോ? ഇപ്പോഴും ക്യൂ കണ്ടോ? എൻ്റെ ഈശ്വര ഗുരുവായൂരപ്പ, നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ ക്യൂ കണ്ടോ? വലിയായിട്ട് എത്രയോ ആൾക്കാർ. നമ്മളങ്ങനെ നടന്ന് തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കാത്ത ആൾക്കാർ ഇവിടെ തെക്കേ നടയിലുള്ള ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ അവതരിപ്പിക്കുക. അത് നമുക്ക് കണ്ടില്ലേ, വലിയ ഹോളാണ്. അവിടെ നമ്മൾ വീണ്ടും തെക്കോട്ട് പോവുകയാണ്. എല്ലായിടത്തും കുടിക്കാനുള്ള ശുദ്ധജലം വിതരണം ചെയ്യുന്നുണ്ട്. ചൂടുള്ള വെള്ളം എല്ലാവർക്കും കുടിക്കാം കേട്ടോ. നേരെ നമ്മൾ ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ വരിയും കണ്ടില്ലേ, ആൾക്കാരിരിക്കുന്നത് തൊഴാനുള്ള വരിയാണ് ഇതൊക്കെ. നമ്മൾ നേരെ ഗുരുവായൂർ കേശവൻ്റെയൊക്കെ അടുത്തേക്കാണ് പോണേ കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മൾ റൈറ്റിൽ കാണുന്ന ഈ ഹോളുണ്ടല്ലോ, ഇത് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ, നേരത്തെ കണ്ടില്ലേ ആ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇവിടെയും ഒരു പക്ഷേ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കാം എന്ന് തോന്നണം എനിക്ക്. വിശേഷ അവസരങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നതായിരിക്കും. നേരെ കാണാം, ഇവിടുത്തെ കഴിഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അപ്പുറത്ത്, റോഡിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണത്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്. അതിന് തൊട്ടടുത്താണ് എൻ അയ്യപ്പൻ നായർ ആൻഡ് സൺസ് അവരുടെ കട. നമ്മൾ മുമ്പവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം വീണ്ടും ഒന്നും കൂടി അവിടെ വിസിറ്റ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള എന്ത് ഭംഗിയല്ലേ കാണാൻ. ഈ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്ന് പകർത്തിയതാണ് കേട്ടോ. എത്ര കണ്ടാലും മതി വരില്ല, എന്ത് ഭംഗിയല്ലേ. നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അടിപൊളി സാധനങ്ങളാണ്. വില കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട് കേട്ടോ. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ നല്ല വിലയുള്ളതാണ്. ഓടിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ, മണി കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. മുമ്പ് ഞാനിതൊക്കെ വിശദമായിട്ട് പിടിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി ഞാനിങ്ങനെ അതിലേ നടന്നു പോയപ്പോൾ ഒക്കെ ഒന്ന് പകർത്തിയെടുത്തതാണ് കേട്ടോ. അയ്യപ്പൻ നായർ സൺസിൻ്റെ മുകളിലുള്ള നിലയിലുള്ള കുറേ പെയിൻറ്റിങ്ങുകളും ഒക്കെയാണ് കേട്ടോ, ഫോട്ടോസൊക്കെയാണ്. നോക്കൂ, അതും മുഴുവനും കണ്ടു. ടുലിപ്പ് പൂക്കൾ. ഫോട്ടോസൊക്കെ വേണമെങ്കിൽ വാങ്ങാം കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. വിലയൊന്നും കുറവില്ല, നല്ല പൈസയാണ് ഇതിനൊക്കെ. നമ്മളെല്ലാം പകർത്തി എൻ്റെ വീഡിയോയിൽ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് പകർത്തി. എനിക്ക് മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കാണണ്ടേ. എൻ്റെ കൂടെയുള്ളവരൊക്കെ പോയിട്ടോ. ഞാൻ ആ സമയത്ത് ഇവരൊക്കെ ഒന്നിങ്ങനെ പകർത്തിയതാ. എന്ത് മനോഹരല്ലേ, കൃഷ്ണന്മാരിങ്ങനെ നിരനിരാന്നിരിക്കല്ലേ.
കൃഷ്ണനും രുക്മിണിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയത് റിനൈ ശ്രീകൃഷ്ണ എന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ. ഗംഭീര ഹോട്ടലാണ്, ഒട്ടും തിരക്കൊന്നുമില്ല. എന്നുവെച്ചാൽ വലിയ എനിക്ക് തോന്നുന്നത് വളരെ അച്ചടക്കമുള്ള എന്നുവെച്ചാൽ വളരെ ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. ഊണ് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ആ വിസിറ്റേഴ്സ് റൂമിൽ കണ്ട ഒരു മരപ്രഭുവിൻ്റെ പടമല്ല പ്രതിമ കണ്ടോ, മരപ്രഭു പത്മനാഭവും ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആറന്മുള കണ്ണാടികൾ കണ്ടില്ലേ, ഇതൊക്കെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നതെന്നാണ് പറയണത്. വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഇതൊക്കെ കണ്ടു, അതും ഞാൻ എൻ്റെ ഫോണിലൂടെ പകർത്തി. ആറന്മുള കണ്ണാടി കണ്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ഞങ്ങളുടെ കാറിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇതാണ് രാമായൺ എന്ന് പറഞ്ഞത്, കല്യാൺകാരുടെ. നവരാത്രിക്കൊക്കെ ഇവരിവിടെയാണ് എല്ലാ ആൾക്കാരെയും വിളിച്ച് ഫുഡൊക്കെ കൊടുക്കും. ഇത് ഇവരുടെ ബംഗ്ലാവ്, വലിയ ബംഗ്ലാവ്. താമസിക്കുക ഇവിടെയാവൂല അവര്, അവിടെയാണ്. വലിയ ഗസ്റ്റുകളൊക്കെ വിളിച്ച് പ്രോഗ്രാംസ് നടത്തുമ്പോ എല്ലാ സിനിമാ നടന്മാരും എല്ലാവരും വരും ഇടയ്ക്ക്. ആ നവരാത്രിക്ക് നാട്ടുകാരൊക്കെ വിളിക്കും. എത്ര മണിയാകുമ്പോ എപ്പോഴാണ് സിനിമ തുടങ്ങുക? 8:15 15 മിനിറ്റ് മോളെ പോകാൻ. ഇന്ന് കൊറേ ആൾക്കാർ ഇങ്ങനെ ക്യൂലിക്ക് ഇടയിൽ കയറി. പോകുന്നതിന് മുന്നില് ഒരാളൊക്കെ എക്സ്ട്രാ കയറിണ്ടായിരുന്നല്ലോ. എങ്ങനെയൊക്കെ എല്ലാരും കയറ്റി നിർത്തുക. ഇങ്ങനെ ആൾക്കാരുണ്ടോ? ഇവിടെ ഒരാൾ കയറി വരുന്നു. നമ്മളിപ്പോൾ ശോഭ സിറ്റിയിലുള്ളിലാണ് കേട്ടോ. അവിടെ നമ്മൾ സിനിമ തിയേറ്ററിലാണല്ലോ പോകാൻ പോണത്. മുമ്പ് തന്നെ കാറ് പാർക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ. അവിടുത്തെ ഗേറ്റ് കിടന്നപ്പോൾ തന്നെ വലിയ 2 കൊട്ടാരങ്ങളൊക്കെ കണ്ടു. ജോയ ലൂക്കാസിൻ്റെയും കല്യാണിൻ്റെ ഒക്കെ കൊട്ടാരങ്ങൾ കാണിച്ചു തന്നു ഗോപൻ. അത്ഭുത ലോകം തന്നെ കേട്ടോ ഇവിടെ. നോക്കൂ എന്ത് മനോഹരമായിട്ടല്ലേ. നമ്മുടെ കാറും പാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം മോളിൽ കയറാൻ. 8:15 സിനിമ. പാട്രിയോട്ട് എന്നാണ് സിനിമയുടെ പേര്. മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിക്കുന്നതാണ്. അപ്പോൾ രാത്രി ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ രാത്രി സിനിമയ്ക്കൊന്നും അധികം പോവാത്ത ആൾക്കാരാണ് കേട്ടോ. ഞാൻ രാജേട്ടനൊക്കെ പണ്ട് പോയിട്ടുണ്ട്, ഇപ്പം അടുത്തൊന്നും പോവാറില്ല. കാറിന്റെ മുകളിൽ കാർ കയറി കിടക്കുന്ന അയ്യടോ. ഗോപന എനിക്ക് ഡിക്ഷണറി വാങ്ങിയത് ഓർമ്മയുണ്ടോ ബാബ? എന്റെ പിറന്നാളിന് എന്താ ഞാനിപ്പോ ഇടക്കിടക്ക് നോക്കും. ശരിയാണ്, പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ സിനിമ തിയേറ്ററിൻ്റെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുകളിലെത്തിയിട്ടുണ്ട്. നോക്കൂ, സൈഡിലൊക്കെ വലിയ വലിയ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി നോക്കി പോകാം.
അത് രസമല്ലേ കാണാനായിട്ട്? അതെ. ഇലക്ഷൻ നിൽക്കുന്ന ആള് അല്ലേ? കൽപ്പതരു അല്ലേ? കൽപ്പവൃക്ഷം, തരൂജ വൃക്ഷം, കൽപ്പവൃക്ഷ. ഇതൊരു കട വൈര ഗോൾഡൻ ഡയമണ്ട്സ്. എൻ്റെ അമ്മേ, ഇവിടെ എന്തിനാ ഹോട്ടലാ? ഓ സമയായ. ലൈറ്റാണല്ലേ? ആ ഭയങ്കരല്ലേ? ഇവിടെ നല്ല ഭംഗിയല്ല മോൾ ഭാഗമൊക്കെ കാണാൻ അല്ലേ? അനു ഇവിടെയാണോ സിനിമ തിയേറ്റർ? അത് ശരി. പാട്രിയോട്ട് അല്ലേ? പാട്രിയോട്ട്. ഇപ്പോൾ ഇതൊന്നാണ് കേട്ടോ. ഇതൊന്ന്, അത് 2, ഇത് 3, അവിടെ 4, 5, ഇത് 6 അല്ലേ? 6 രൂപ. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ അവിടെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന പ്രസാദം, നമ്മൾ ഈ നെയ്വിളക്കിന് ടിക്കറ്റ് എടുക്കുമ്പോഴേ അവർക്ക് കിട്ടുന്ന കിറ്റാണത്, പ്രസാദ കിറ്റ്. ഹന്തഭാഗ്യം ജനാനാം നെയ്പായസം, ഘീ പായസം. ഇത് ഒരു ചെപ്പാണ്. പിന്നെ കളഭം, ഗുരുവായൂർ ദേശ ശ്രീകൃഷ്ണ ടെമ്പിൾ കളഭം പ്രസാദം. ചാർത്തിയ കളഭാണ് കേട്ടോ, ഭഗവാന് ചാർത്തിയ കളഭാണ്. ഇല്ലെങ്കിൽ തുറന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴിതാ മഞ്ഞ കളറ് സ്വല്ലവ കുങ്കുമപ്പൂവൊക്കെ ചേർത്തിട്ടുള്ള ബെസ്റ്റ് കളഭാണ് കേട്ടോ. നല്ല വാസനയുണ്ട്. പിന്നെ 2 പഴം, വലിയ പഴമാണ് കേട്ടോ. പിന്നെ വെണ്ണ പ്രസാദം. പിന്നെ പഞ്ചസാര, ശ്രീകൃഷ്ണ ടെമ്പിൾ ഗുരുവായൂർ ഷുഗർ പ്രസാദം, പഞ്ചസാര. അപ്പോൾ 2 പഞ്ചസാരയും 2 വെണ്ണയും 1 കളഭവും 2 പഴവും 1 ടിന്ന് നെയ്പായസം, 1 ടിന്ന് നെയ്പായസവും. പിന്നെ ഒരു പട്ടുണ്ട്, മഞ്ഞപ്പട്ട്. ഈ മഞ്ഞപ്പട്ട് ഞാൻ ഉണ്ണികൃഷ്ണനെ ചാർത്തിച്ചു കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ചാർത്തിച്ചു. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ എൻ്റെ ഉണ്ണിക്കണ്ണനെ ഞാനിത് ഇതായിരുന്നു കിട്ടിയത്. ഞാൻ ഈ പ്രാവശ്യം ഒരു മേല് പതിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് മുണ്ട് ചുറ്റിപ്പിച്ചു. ഈ ഉണ്ണികൃഷ്ണനെയും ചുറ്റിപ്പിച്ചു. ഇടയ്ക്ക് പോകുമ്പോൾ കിട്ടണതൊക്കെ ഭഗവാന് ചാർത്തിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ 6 കൂട്ട സാധനമാണ്. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, പിന്നെ മറ്റേ പട്ടും കൂടി ആകുമ്പോൾ 6. ഈ പായസം നമുക്ക് പൊട്ടിച്ചാലോ? പൊട്ടിക്കാം അല്ലേ? ഇതാ തുറന്നു കണ്ടോ, നെയ്യ് ഇങ്ങനെ പൊന്തി കിടക്കണുണ്ട് കേട്ടോ. നല്ല നെയ്പായസം. ഒരു സ്പൂണ് കഴിക്കാം അല്ലേ? യെസ്, അടിപൊളിയാണ് കേട്ടോ. ഇതങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. നാളെ എല്ലാവർക്കും കൊടുക്കാം.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.